പാലക്കാട് ഭിന്നശേഷിക്കാരിയായ യുവതിയുടെ ബാങ്ക് അക്കൗണ്ട് അകാരണമായി മരവിപ്പിച്ചതായി പരാതി. ഉപജീവനമാർഗമായി കടലാസ് പേനയും കുടകളും നിർമ്മിക്കുന്ന കൊപ്പം പ്രഭാപനം സ്വദേശി നൌഷിജയുടെ SBI കൊപ്പം ബ്രാഞ്ചിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്നാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒരു വഴിയില്ല, ഞങ്ങളെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു മാനേജർ. അപ്പോൾ അവർ പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പരാതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ തരാം, അതിൻ്റെ നിങ്ങളിവിടെ അപേക്ഷ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് എത്തുന്നത്. അല്ലാതെ അവർ കൈ വഴിയാണ് ചെയ്തത്, അവരെ കൊണ്ട് യാതൊരു രക്ഷയില്ലായിരുന്നു. ആ റിപ്പോർട്ട് വാങ്ങി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ട്. അപ്പോൾ അവർ വേറെ എന്തോ ഒരിത് മെയിൽ അയക്കാനുണ്ടെന്ന് പറഞ്ഞു, പരാതി എന്തോ അയക്കാനുണ്ടെന്ന് പറഞ്ഞു, അയച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് എനിക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കിട്ടണം. നിഖിൽ പ്രമേഷാണ് വാർത്തകൾ. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ആഷ്മി, ഗുഡ് മോർണിംഗ് സ്മിത. നിഖിൽ, കുറച്ചാൾ മുമ്പ് ഈ സമാന സംഭവം വ്യാപക പരാതിയെ കേട്ടതാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചായക്കടയിൽ പോകുന്നു, ചായ കുടിക്കുന്നു. ഇപ്പോൾ ചായക്ക് ഗൂഗിൾ പേ ചെയ്യുന്ന പണം ഇടുന്ന അക്കൗണ്ട് എന്തെങ്കിലും സംശയമുള്ള അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് മരവിപ്പിക്കുക എന്നുള്ള ഒരു മനുഷ്യത്വരഹിതമായ പരിപാടിയെക്കുറിച്ച് കുറച്ചാൾ മുമ്പ് കേട്ടതാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ആഷ്മി, ഇത് ഈ നൌഷിജയുടെ കാര്യത്തിലാണ് അത് അല്പം കൂടി വിഷമകരമാകുന്നത്. കാരണം അവർ ജീവിക്കുന്നത്, ഭിന്നശേഷിക്കാരായിട്ടുള്ള അവർ ജീവിക്കുന്നത് ഇത്തരത്തിലെ പേപ്പർ പേനകളും കുടയും ഒക്കെ നിർമ്മിച്ചാണ്. പല ആളുകൾ അവരുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കാറുണ്ട്, പല ആളുകൾ ഇത് ആവശ്യപ്പെടാറുണ്ട്. അത് ആരൊക്കെയാണ് എന്ന് നോക്കി ബോധ്യപ്പെടുത്തിയൊക്കെ ഇത് പണം അയച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ അവരുടെ ഉപജീവനം തന്നെ നിലച്ചു പോകും. എന്തായാലും എവിടെ നിന്നോ വന്ന ഒരു 3000 രൂപ, ആ 3000 രൂപയിൽ സംശയം മുടക്കിയാണ് സൈബർ സെല്ല് ഈ അക്കൗണ്ട് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നൌഷിജ. ആ അക്കൗണ്ടിൽ 13,000 രൂപയുള്ളൂ. അത് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ഒരു ചെറിയ തുകയായിരിക്കും. നൌഷിജയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവർ വളരെയധികം പ്രയാസപ്പെട്ട് ഈ വീൽ ചെയറിൽ ഇരുന്ന് അവർക്ക് വളരെ പരിമിതമായ അവരുടെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അവർ സ്വരൂപിച്ച തുകയാണത്. അതിപ്പോൾ അവർക്ക് പിൻവലിക്കാൻ കഴിയാത്ത സാഹചര്യം, അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും ആ തുക എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. നൌഷിജയുടെ ആവശ്യം എന്നുള്ളത് തനിക്ക് ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട സാഹചര്യം ഒന്ന് മാറ്റിത്തരണം എന്നുള്ളതാണ്. അവർക്കൊപ്പം പോലീസിനെ അടക്കം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചെങ്കിലും അവർ പറയുന്ന വിവരം തങ്ങൾ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല, സൈബർ സെല്ലിൽ നിന്നുള്ള നിർദ്ദേശമുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത നടപടി മാറ്റി നിർത്താൻ കഴിയാത്തത് എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇവരുടെ ഭർത്താവ് ഒരു തട്ടുകട ജീവനക്കാരനാണ്. സൈബർ സെല്ലിൽ നിന്നുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞാലും നിയമത്തിന് എന്ത് കണ്ണുമൂക്കില്ല എന്ന് പറഞ്ഞാൽ പോലും പാവമാണ്, പരമസാധുവാണ്. 10,000 രൂപയാണ് അക്കൗണ്ടിലുള്ളത്. അത് ഏതെങ്കിലും തരത്തിൽ ആ ഫ്രീസ് മാറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ മാറ്റി കൊടുക്കണം എന്ന് അപേക്ഷിക്കുകയാണല്ലേ. അതെ, കരുണയാണ് കരുണയാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. ആ രീതിയിൽ തന്നെ ആകട്ടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെടട്ടെ.